ഞാനൊരു സീമാനാണ് അല്ലെങ്കിൽ സെയിലറാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും വരുന്നൊരു ഡൗട്ടാണ്. ഈ കപ്പലിൻ്റെ സ്റ്റെയറിംഗ് എപ്പോഴും പണ്ടത്തെ പോലെ വലിയ സ്റ്റെയറിംഗ് ആണോ, അല്ലെങ്കിൽ അത് കുറേ തിരിക്കണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്. അപ്പോൾ പല ആൾക്കാരോടും ഞാൻ പറയാറുണ്ട് അതങ്ങനെയല്ല, ഇപ്പം പുതിയ ചെറിയ കാറിൻ്റെ പോലത്തെ സ്റ്റെയറിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ കപ്പലുകൾക്കൊക്കെ ചെറിയ സ്റ്റെയറിംഗ് ആണ് വരിക. അത് തന്നെ അധികം തിരിക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു 40 ഡിഗ്രി പോർട്ട് സ്റ്റാബോർഡ്. ഈ പോർട്ട് സ്റ്റാബോർഡ് എന്ന് പറയുന്നത്, പോർട്ട് എന്ന് പറയുന്നത് കപ്പൽ ഭാഷയിൽ ലെഫ്റ്റും സ്റ്റാബോർഡ് എന്ന് പറയുന്നത് റൈറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസർ ഓൺ വാച്ച് 4 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുമ്പം ആ 4 മണിക്കൂർ മുഴുവനായിട്ടും ഈ സ്റ്റിയറിംഗ് ഒന്നും പിടിച്ച് നിൽക്കത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഷിപ്പായാലും ഫ്ലൈറ്റ് ആയാലും പ്രത്യേകിച്ചൊരു വഴിയില്ലേ ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ദിശ നോക്കിയിട്ടാണ് പോവുക. ആ ദിശ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെക്കും. ആ ദിശ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രീസിലാണ് പറയുക. 360 ഡിഗ്രി വരെയാണ് നമ്മുടെ ദിശ. ആ കോഴ്സ് ഡിഗ്രി ഇന്ന 330 ഡിഗ്രിയിൽ സെറ്റ് പോകണമെന്ന് ഓട്ടോ പൈലറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോ പൈലറ്റ് 330 ഡിഗ്രിയിൽ മാത്രമേ പോവുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ നമുക്ക് വളച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. പിന്നെ കപ്പലിൽ 2 ടൈപ്പ് കോമ്പസ് ആണുള്ളത്. ഒന്ന് നമ്മൾ സാധാരണയായി കാണുന്ന മാഗ്നറ്റിക് കോമ്പസും, പിന്നൊന്നതാ ഈ കാണുന്ന ജൈറോ കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിന് കുറേ അധികം എററുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പസാണ് ഈ ജൈറോ കോമ്പസ്. ഇപ്പോൾ അധിക കപ്പലുകളും ഇലക്ട്രോണിക് ജൈറോ കോമ്പസുകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ജൈറോ കോമ്പസ്. ഇവിടെ ഈ റിപ്പീറ്ററിലാണ് നമ്മൾ കപ്പൽ ഇപ്പോൾ എത്ര ഡിഗ്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 0 to 360 വരെ ഡിഗ്രി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു കൺസോളിലാണ് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു.